അപ്പോൾ സ്വാഭാവികമായിട്ട് SIR പ്രശ്നം ഇവിടെയുണ്ട്. ആ പ്രശ്നമാണ് ഉള്ളത്. അവിടെ അത് മനോജ് അഗർവാളാണോ രത്തൻ യു ഖേൽക്കർ ആണോ എന്നുള്ളത് വ്യക്തിപരമായ പ്രശ്നമാണ്. എനിക്കറിയാം, രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ, IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മികച്ചയാളാണ്. പക്ഷേ ആ മികച്ചയാളാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മനോജ് അഗർവാളും മികച്ചയാളായിരിക്കാം. പക്ഷേ ഇവിടെ അവർ കൈകാര്യം ചെയ്ത വകുപ്പ് എന്ന് പറയുന്നത്, അവർ കൈകാര്യം ചെയ്ത വകുപ്പ് എന്ന് പോലും പറഞ്ഞാൽ പോലെ, അവർ കൈകാര്യം ചെയ്ത സ്ഥാനം എന്ന് പറയുന്നത് സാധാരണ ഒരു IAS ഉദ്യോഗസ്ഥന് ഇരിക്കുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള സെക്രട്ടറി ആയിട്ടല്ല. ചീഫ് സെക്രട്ടറിയുടെ പദവി പോലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കോടതികളെപ്പോലെ അത് പ്രത്യേകമായിട്ട് അധികാരങ്ങളുള്ള ഒന്നാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഈ രീതിയിൽ വകുപ്പ് തന്നെ ഒരു പ്രത്യേക വകുപ്പല്ല, അത് ഒരു പ്രസ്ഥാനമാണ്. നമ്മളൊരു ഭരണഘടനയിൽ പറയുന്ന പോലെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനത്തിലിരുന്ന ഒരാളെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് 2 തവണ, ഇവിടെ പറഞ്ഞ പോലെ 2 തവണ പത്രസമ്മേളനം നടത്തിയിട്ട് ആരോപണം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്, കോൺഗ്രസിൻ്റെ നേതാവും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും. എന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം രത്തൻ യു ഖേൽക്കറോ അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇതൊന്നും പ്രശ്നമല്ല, അതങ്ങനെ ഒരു അവിടുത്തെ ഒരു കടലാസ് BJP ഓഫീസിലെ ഒരു സീല് പാറി വന്നിട്ട് ഇവിടുത്തെ കടലാസിന് മുകളിൽ വീണ് പോയപ്പോൾ ഉണ്ടായ സംഭവമാണെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും തൊട്ടടുത്താണ് അങ്ങനത്തെ ഒരു പാറി വരുന്ന കാറ്റെന്തെങ്കിലും ഉണ്ടായോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പം ഇതാണ് പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ അദ്ദേഹത്തെ ഇതേപോലെ നിയമിച്ചാലും കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞ പോലെ ധാർമ്മികതയുടെ പ്രശ്നമാണ്. നിയമപരമായിട്ടൊരു പ്രശ്നവുമില്ല, നിയമപരമായിട്ട് ഒരു പ്രശ്നവും. പക്ഷേ ധാർമ്മികതയുടെ പ്രശ്നമാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം. അതായത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്നതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതുപോലും ഒരു കേരളത്തിലേക്കാൾ കുറേ കൂടി വ്യത്യസ്തമാണ് ബംഗാളിലെ സ്ഥിതി.